എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കാറിൻ്റെ ക്യാബിൻ ഫിൽറ്റർ അല്ലെങ്കിൽ AC ഫിൽറ്ററിനെ കുറിച്ചാണ്. എന്താണ് കാറിൻ്റെ AC ഫിൽറ്റർ? എത്രയാണ് അതിൻ്റെ ലൈഫ് ടൈം? എപ്പോഴാണ് കാറിൻ്റെ AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടത്? ഇനി എന്തെങ്കിലും കാരണത്താൽ ഇതിന് മുന്നേ ലൈഫ് ടൈമിന് മുന്നേ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടോ? ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് റീപ്ലേസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ നിസാൻ ടിഡ 2014 മോഡലിൻ്റെ AC റീപ്ലേസ്മെൻറ്റ് ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിസാൻ ടിഡ എന്ന വാഹനം മിഡിൽ ഈസ്റ്റിൽ ടിഡ എന്ന പേരിലും അതേപോലെ ലാറ്റിൻ അമേരിക്കയിൽ നിസാൻ വേർസ അല്ലെങ്കിൽ പാഷ്യോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാഹനമാണ്. 2016 അവസാനത്തോടെ മിഡിൽ ഈസ്റ്റിൽ ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ആയി. ഇനി നമുക്ക് AC ഫിൽറ്ററിനെ കുറിച്ച് ഉള്ള ടോപ്പിക്സിലേക്ക് കടക്കാം. എന്താണ് AC ഫിൽറ്റർ എന്ന് നമുക്ക് പരിശോധിക്കാം. AC വർക്ക് ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ വായു ഉപയോഗിച്ചിട്ടാണ്. ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും അതേപോലെ മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള വായു പുറത്തുനിന്ന് വരുന്ന വായുവിനെ ഫിൽട്ടർ ചെയ്ത് കാറിൻ്റെ HVAC സിസ്റ്റത്തിലേക്ക്, HVAC സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ യൂണിറ്റ്, അതാണ് എല്ലാ AC യൂണിറ്റിലും. ഇനി എന്തെല്ലാം കാരണത്താൽ AC ഫിൽട്ടർ നേരത്തെ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കാം. നോർമലായിട്ട് എല്ലാ മാനുഫാക്ചറേഴ്സും 24,000 കിലോമീറ്റർ മുതൽ 48,000 കിലോമീറ്ററാണ് AC ഫിൽറ്ററിൻ്റെ ലൈഫ് ടൈം പറയുന്നത്. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. ഇനി ഇത്ര ടൈം ആയില്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. അല്ലാതെ വരുന്ന കാരണങ്ങൾ ഇതാണ്. ഒന്ന്, നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക AC ഫിൽറ്റർ ലാസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഇത്ര കാലയളവ് കഴിഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം. രണ്ടാമതായി, നിങ്ങൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC വെന്റിലൂടെ സഫിഷ്യൻ്റായിട്ട് കൂളും അതേപോലെ ഹീറ്റാണെങ്കിൽ ഹീറ്റും വരാതെ ഒരു കണ്ടീഷനാണെങ്കിൽ നിങ്ങൾ AC ഫിൽറ്റർ നേരത്തെ തന്നെ റീപ്ലേസ് ചെയ്യണം. മൂന്നാമതായി, ബാഡ് സ്മെല്ല്. നിങ്ങൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരികയാണെങ്കിൽ നിങ്ങളുടെ AC ഫിൽറ്റർ എത്രയും വേഗം റീപ്ലേസ് ചെയ്യേണ്ടതാണ്. AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെന്റിൽ ഫോക്കി അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ AC വെന്റിലുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായി എന്നാണ്. അഞ്ചാമതായി, AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC വെന്റിനുള്ളിലൂടെ ഒരു ഫിസലിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ പ്രത്യേക നോയ്സ്, ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ പ്രത്യേക നോയ്സ് ഇങ്ങനെ ഗ്രോ ആയി വരുന്നത് AC ഫിൽറ്റർ എത്രയും പെട്ടെന്ന് മാറ്റാനായി എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ടോപ്പിക്കിൻ്റെ നിസാൻ ടിഡ 2014 AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിസാൻ ടിഡ 2014 AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാൻ രണ്ട് ടൂള് മാത്രം ആവശ്യമുള്ളൂ. ഒരു ഫിലിപ്സ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, ഡോർ ട്രിം റിമൂവൽ ടൂൾ, പിന്നെ AC ഫിൽറ്റർ. അപ്മാർക്കറ്റ് ഫിൽറ്ററാണ്. നിങ്ങൾക്ക് OEM ഫിൽറ്റർ വാങ്ങാം. വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളിലുള്ള ഫിൽറ്റർ അവൈലബിൾ ആണ്. ഇത് മാർക്കറ്റിലുള്ള ഒരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഫിൽറ്ററാണിത്. ഇതാണ് AC ഫിൽറ്റർ. ഇത്ര മാത്രം ആവശ്യമുള്ളൂ. നിസാൻ ടിഡ 2014 AC ഫിൽറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത് പാസഞ്ചർ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ ഇതാണ് ഈ ട്രിമ്മിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബിറ്റ് കാണാം. ഇവിടെ ഇത് ഒരു ഫിലിപ്സ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ചെയ്യാം. ഞാനൊന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഈ സ്ക്രൂ. ഇനി ഒരു ഡോർ ട്രിം ടൂൾ വെച്ചിട്ട് ഇതൊന്ന് തിക്കി പുറത്തെടുക്കുക. ഇതേപോലെ പതുക്കെ ഈ പാനൽ റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് ഇതേപോലെ പാനൽ റിമൂവ് ചെയ്യാം. നിസാൻ 2014 AC ഫിൽറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത് പാസഞ്ചർ സൈഡിൻ്റെ ഡാഷ്ബോർഡിന് താഴെയാണ്. എൻഡിലായതുകൊണ്ട് ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കിടന്നിട്ട് വേണം നമുക്കിത് കിട്ടാൻ. ഇത് പാനൽ ഊരി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വൈറ്റ് സ്ലോട്ടാണ് കാണുക. ഈ ടിപ്പ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫിൽറ്റർ അതിനുള്ളിൽ കാണാൻ കഴിയും. ഈ ക്യാപ്പ് ഊരിക്കഴിഞ്ഞ് ഇതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. ഇതേപോലെ കുറച്ച് വീഡിയോയിൽ ചില പരിമിതികളുണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ. ഇതുപോലെ വലിച്ചെടുക്കുക. ഫിൽറ്റർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫിൽറ്റർ. ഈ കറണ്ട് ഫിൽറ്ററും ന്യൂ ഫിൽറ്ററും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇതാണ്.
ഫിൽറ്റർ ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ എയർ ഫ്ലോ ആണ്. എയർ എടുക്കുന്നത് പുറത്തു നിന്നാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നടക്കുന്ന എയർ ഫിൽറ്ററിൽ വന്നിട്ട് ആണ് പോകുന്നത്. ഈ എയറോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഈ എയറോ ബാക്ക് പാസഞ്ചർ സീറ്റിന് നേരായിട്ട് വേണം ഫിൽറ്റർ ഫിക്സ് ചെയ്യേണ്ടത്. ചില ഫിൽറ്ററിൽ എയറോ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഈ ഫിൽറ്റർ OEM ഫിൽറ്റർ ആയതുകൊണ്ട് ഇതിന് എയറോ ഉണ്ട്. നമ്മൾ ഇപ്പോൾ വാങ്ങിയ അപ്പ് മാർക്കറ്റ് ഫിൽറ്റർ ഇതാണ്. ഇതിന് എയറോ ഇല്ല. എയറോ ഇല്ലാത്ത ഫിൽറ്റർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നേരായിട്ട് വേണം ഫിക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, ക്ലോസ് ആയിട്ടുള്ള ഭാഗം എൻജിന് നേരായിട്ടും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം പുറകുവശത്തേക്കും. ഒരിക്കലും ഫിൽറ്റർ തിരിച്ച് ഫിക്സ് ചെയ്യരുത്. ഇങ്ങനെ ഫിക്സ് ചെയ്യരുത്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗം പുറകുവശത്തേക്ക് പോയിന്റ് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യേണ്ടത്. ഇതേപോലെ ഫിക്സ് ചെയ്യണം. ഇനി അടുത്തത് ഫിക്സിങ്ങിലേക്ക് കിടക്കാം. ഫിൽറ്റർ ഫിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ച ആംഗിളിൽ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ടുവാർഡ്സ് ബാക്ക് സീറ്റിനോട് വെച്ച് കറക്റ്റ് അത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടായിരിക്കണം അതിൻ്റെ ഫൈനലൈസ് കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാപ്പ് ഇടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ക്യാപ്പ് കറക്റ്റായിട്ട് വെച്ച് ആ സ്ലോട്ടിൽ തന്നെ വെച്ച് അത് പ്രസ് ചെയ്യുക. ഇതേപോലെ പ്രസ് ചെയ്യുക. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇത് ഒരു ടിക്ക് സൗണ്ട് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫിക്സ് ആവും. AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. ഡോർ ട്രിം റിമൂവ് ചെയ്ത പോലെ തന്നെ ഈ സൈഡിൽ ആദ്യം ഫിക്സ് ചെയ്ത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ റിവിറ്റ് കറക്റ്റ് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്യാം. ഫിലിപ്പ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ടൈറ്റ് ആക്കുക. AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നിസാൻ ടീഡ 2014 AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഫിക്സിങ്ങിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രേക്ഷകർ ക്ഷമിക്കണം. അത് എല്ലാവരും ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് വീട്ടിൽ നിന്ന് ചെയ്യാൻ നോക്കുക. കാരണം അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും വീഡിയോ കാണുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.